നമ്മളുടെ ലോകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 10-12,000 വർഷങ്ങൾ മാത്രമുള്ള മനുഷ്യൻ്റെ സ്ഥിരവാസ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ ഈജിപ്തിലെയും ഇന്ത്യയിലെയും സുമേറിയയിലെയും ഗ്രീസിലെയും റോമിലെയും ഒക്കെ വ്യത്യസ്തങ്ങളായ നാഗരികതകളെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് വരെ, ഒരു 1500 വരെയെങ്കിലും, AD 1500 വരെയെങ്കിലും ദൈവകേന്ദ്രീകൃതമായ ഒരു ലോകക്രമത്തെക്കുറിച്ചാണ് മനുഷ്യരുടെ വിശുദ്ധ പുസ്തകങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. എന്നാൽ പാശ്ചാത്യ നവോത്ഥാനവും നവീകരണവുമൊക്കെ വരുമ്പോൾ, റിഫർമേഷൻ എന്നും റിനേസൻസ് എന്നുമൊക്കെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അത്തരമൊരു ചരിത്ര സംക്രമണം നടക്കുന്ന സന്ദർഭത്തിൽ ദൈവം കേന്ദ്രമായിരുന്ന ലോകക്രമത്തിൽ മനുഷ്യൻ കേന്ദ്രമായി തീരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ആ കാലത്താണ് കാൾ മാർക്സിന്റെ ഗുരുവായ ഹേഗൽ ഇങ്ങനെ വേദപുസ്തകത്തിന് ഒരു തിരുത്ത് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, God created man in his image and likeness. ഹേഗൽ പറയുന്നു, Man created God in his image and likeness. ഏതാണ്ട് അന്ന് തൊട്ട് ഇന്നയോളം ഒരു ആന്ത്രോപോമോർഫിക് ഗോഡ് കോൺസെപ്റ്റാണ്, മനുഷ്യനിർമ്മിതമായ ദൈവസങ്കല്പമാണ് നമ്മൾ പിന്തുടരുന്നത്. ദൈവം എന്നുള്ളത് ഒരു കാറ്റലിസ്റ്റ് പോലെ നമ്മളുടെ സ്വഭാവത്തെ നിരന്തരം പരിവർത്തിപ്പിക്കുന്ന ഒരു രാസത്തരകം പോലെയുള്ള സാന്നിധ്യമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല. പിന്നെയോ നമ്മുടെ ഒരു ജീവനോപാധിയായി മാത്രം, നമ്മളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന, നമ്മളുടെ പരിഭവങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാക്കുന്ന ഒരു സഗുണേശ്വര സങ്കല്പത്തിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരിണമിക്കുകയും അതുകൊണ്ട് തന്നെ ദൈവസങ്കല്പങ്ങളെയും ദൈവങ്ങളെയും മാറ്റി മാറ്റി പ്രതിഷ്ഠിക്കുന്നതിൽ നമുക്ക് യാതൊരുവിധ വൈമനസ്യവും ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു കാലമാണിത്. ഈ കാലം നമ്മുടെ ബോധത്തിന്റെ വ്യതിചലനത്തെ കുറെ കൂടി ത്വരിതമാക്കുന്നു. എങ്ങനെയെന്നാൽ മനുഷ്യ കേന്ദ്രീകൃതമായ ലോകം ഇന്നിപ്പോൾ യന്ത്ര കേന്ദ്രീകൃതമാണ്, മെഷീൻ സെന്റേഡ് ആണ്. God centered, then human centered, and now it is machine centered. പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങളിൽ പലരും, മുതിർന്ന ചെറുപ്പക്കാരിൽ പലരും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. പോസ്റ്റ് ഹ്യൂമനിസം എന്നാൽ നാം ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഈ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ തരത്തിലുള്ള മാനവൻ രൂപപ്പെടും എന്നുള്ള പാഠഭേദങ്ങൾ ഇപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആന്ത്രോപോളജിസ്റ്റുകൾ വളരെ ഭാവനാത്മകമായി അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അവർ വാചാലരാകുന്നുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ടെർമിനേറ്റർ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ടെർമിനേറ്റർ സിനിമകളിൽ വലിയ രാക്ഷസ രൂപങ്ങളാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്. വലിയ യന്ത്രമനുഷ്യരുണ്ട്, വലിയ രാക്ഷസ രൂപികളായ യന്ത്രമനുഷ്യരുണ്ട്. എന്നാൽ ടെർമിനേറ്റർ സീരീസിന്റെ ഏറ്റവും ഒടുവിൽ അതിലെ നായകൻ ഒരു മനുഷ്യനാണ്, മനുഷ്യരൂപമുള്ളയാളാണ്, പക്ഷേ ടോട്ടൽ മെഷീനാണ്. ഇത്തരമൊരു പരിവർത്തനത്തിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഓർമ്മകളെ നശിപ്പിക്കുക, നമ്മുടെ ഭാവനകളെ ഇല്ലാതാക്കുക, നമ്മുടെ സ്പർശനശേഷി നശിപ്പിക്കുക, ഇങ്ങനെ നമ്മുടെ എല്ലാത്തരം ബന്ധങ്ങളെയും മരവിപ്പിക്കുക,
എന്നുള്ള ഒരു തരത്തിലേക്ക് മനുഷ്യനൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട് എന്ന ഈ കാലം നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. എലോൺ മസ്ക് പുതിയതായി രൂപപ്പെടുത്തിയ ഒപ്റ്റിമസിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു കേട്ടു. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മാതിരി ഓർമ്മ, എന്തും ചെയ്യും. കുറച്ച് ഇമോഷൻസും കൂടെ അതിലൊന്ന് പ്രോഗ്രാം ചെയ്യാൻ അയാൾ ശ്രമിക്കുകയാണ്. അതിനുശേഷം ചിലപ്പോൾ ആമസോണിൽ നമുക്കത് വാങ്ങിക്കാനും കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ലോകം അതിവേഗം ദ്രുതഗതിയിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മളിപ്പോൾ പരമ്പരാഗതമായി അനുവർത്തിച്ചു പോരുന്ന പല സംഗതികളും അപ്രസക്തമാണ് എന്ന് ഒരു തലമുറ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിലാണ് നമ്മൾ പദയാത്രയോടനുബന്ധിച്ച്, ഒരു വിശുദ്ധ ജീവിതത്തെ ഓർത്തെടുക്കുന്ന പദയാത്രയോടനുബന്ധിച്ച് ഒരു ധ്യാനം സംഘടിപ്പിക്കുക. അപ്പോൾ ഇതിന്റെ പ്രസക്തി എന്താണ്? ഇത് നിസ്സാരമായൊരു സംഗതിയല്ല. ഒരുപക്ഷെ നമുക്കിതൊരു പതിവ് ചടങ്ങ് പോലെ തോന്നിയേക്കാം. ഇത്രയധികം ചെറുപ്പക്കാർ ഒരുമിച്ച് ഇവിടെ സമ്മേളിക്കുന്നു എന്നുള്ളത് തന്നെ എത്രമേൽ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഏതൊരു വിശുദ്ധനും ചരിത്രത്തിൽ നമ്മേക്കാൾ അധികം ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഏതൊരു വിശുദ്ധനും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. നമുക്ക് സമസ്വഭാവമുള്ള ഈ മനുഷ്യർ നമുക്ക് ഈ ചരിത്രത്തിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താനാവുന്നതിലധികം അവരുടെ ജീവിതം കൊണ്ട് അതിനെ ആലേഖനം ചെയ്യാൻ സാധ്യമായവരാണ് എന്ന് പറയുന്നു. ചിലർ അവരുടെ ജീവിതം കൊണ്ട്, ചിലരവരുടെ മരണം കൊണ്ട്. ക്രിസ്തുവിന്റെ അന്തസ്സിനെ ഈ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയ പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയുള്ള എല്ലാ വിശുദ്ധ സാന്നിധ്യങ്ങളെയും ഓർക്കുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു സാധ്യത എന്താണ്? ശ്രീ ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു, വലിയ മഠങ്ങളൊക്കെ സ്ഥാപിച്ചു, ബ്രഹ്മസൂത്രം ഭാഷ്യങ്ങൾ എഴുതുന്നു, അദ്വൈത വേദാന്തം പ്രചരിപ്പിക്കുന്നു, ഉപനിഷത്തിന്റെ സാരാംശം മുഴുവൻ പഠിച്ചെടുക്കുന്നു, ബൗദ്ധ കേന്ദ്രങ്ങളെ തൻ്റെ പാണ്ഡിത്യം കൊണ്ട് നിഗ്രഹിക്കാൻ ശേഷിയുള്ള ആളായി പരിണമിക്കുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുറഞ്ഞ പക്ഷം എത്ര വയസ്സെങ്കിലും വേണം? 32-ാം വയസ്സിൽ അയാൾ മരിക്കും. കാലടിക്കാരനാണ്, മലയാളിയാണ്. കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ അയാൾക്ക് എത്ര വയസ്സുണ്ട്? 24 25. സ്വാമി വിവേകാനന്ദൻ തന്റെ പ്രൗഢഗംഭീരങ്ങളായ പ്രഭാഷണങ്ങളിലൂടെ ഇന്ത്യൻ യുവത്വത്തിന്റെ സിരകളെ ത്രസിപ്പിച്ച് ഈ കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ അയാൾക്ക് 38 വയസ്സ്. ഇതെല്ലാം വിട്ടേരാം. ഈ ചരിത്രത്തിലെ ഏറ്റവും സഫലമായ ജീവിതം ജീവിച്ച് സകലതും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ രക്ഷ സാധ്യമാക്കിയ മനുഷ്യപുത്രന്റെ മരണത്തിന് 33.5 വയസ്സ്. നമ്മുടെ യൗവനം കൊണ്ട് നാം എന്ത് ചെയ്യുകയാണ്? നമ്മുടെ യൗവനം കൊണ്ട് നാം എന്ത് ചെയ്യുകയാണ്? അതുകൊണ്ടാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില സാധ്യതകളിലേക്ക് നമ്മെ ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്ന ഇത്തരം വിശുദ്ധമായ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ഒരു അനിവാര്യതയാണെന്നും ഈ സമ്മേളനം പ്രസക്തമാണെന്നും ഞാൻ പറയുന്നു. ക്രിസ്തുവിലേക്കുള്ള അന്തസ്സിലേക്ക് നമ്മെ ഉണർത്തുന്ന ഓർമ്മയായി പരിശുദ്ധന്റെ ഓർമ്മ പരിണമിക്കണം.
എന്താണ് ക്രിസ്തുവിൻ്റെ അന്തസ്സ്? കുറെ നേരമായല്ലോ പറയുന്നു. 5-ാം നൂറ്റാണ്ടിൽ സ്വർണ്ണനാപകാരനായ മാർ ഇവാനിയോസ്, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ക്രിസ്തുവിൻ്റെ അന്തസ്സ് 3 വിധത്തിലുണ്ട്. ഒന്ന് അദ്ദേഹം പറയുന്നു ദ റോയൽ ഡിഗ്നിറ്റി, രണ്ടാമത് അദ്ദേഹം പറയുന്നു ദ പ്രീസ്റ്റ്ലി ഡിഗ്നിറ്റി, മൂന്നാമത് പറയുന്നു ദ പ്രൊഫറ്റിക്കൽ ഡിഗ്നിറ്റി. രാജകീയ അന്തസ്സ്, പൗരോഹിത്യപരമായ അന്തസ്സ്, പ്രവചനപരമായ അന്തസ്സ്. രാജാവും പ്രവാചകനും പുരോഹിതനും പഴയ നിയമത്തിലെ 3 നായക സ്ഥാനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. പഴയ നിയമത്തിൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന ഈ 3 നായക സ്ഥാനങ്ങളും ഒരുപോലെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ സമ്മേളിക്കുന്നു. ആ സങ്കലനത്തിന്റെ ഒരു മൂർത്ത മാതൃകയിലേക്ക്, അല്ലെങ്കിൽ മാതൃകയായി ക്രിസ്തുവിനെ ചരിത്രത്തിൽ നമ്മൾ തിരിച്ചറിയുകയും ആ ക്രിസ്തു സാന്നിധ്യത്തിലേക്കും സാദൃശ്യത്തിലേക്കുമുള്ള നമ്മുടെ വളർച്ച ഈ 3 അന്തസ്സിലേക്കുള്ള വളർച്ചയായി നാം പഠിക്കുകയും ധ്യാനിക്കുകയും അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുവാനുള്ള പ്രേരക ഘടകമായിട്ടാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയൊക്കെ നിലകൊള്ളുന്നത്. എന്താണ് രാജകീയ അന്തസ്സ്? ദ റോയൽ ഡിഗ്നിറ്റി. ഒരു രാജാവ് എന്നാൽ അയാളുടെ രാജ്യത്തെ മുഴുവൻ പ്രജകളുടെ മേലും അധീശത്വമുള്ളയാളാണ്. ആ രാജ്യത്തിന്റെ സകല നിയന്ത്രണവും അയാളുടെ കൈവശമാണ്. നമ്മളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ആരുടെ കൈവശമാണ്? നമ്മളെ ഒരാൾ ഭള്ളു പറയുന്നു, ഒരു കാരണവുമില്ലാതെ അയാളുടേതായ കാരണങ്ങൾ കൊണ്ട് നമ്മളെ അസഭ്യം പറയും. നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? നമ്മളോടൊന്ന് പറഞ്ഞാൽ 10 പറയണം. തല്ലുമാല പോലെയാണ് നമ്മുടെ ജീവിതം, അല്ലേ? ഒന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിക്കണം. ചെരുപ്പിന്റെ മുകളിൽ ചെരുപ്പ് വെച്ചാൽ അപ്പം അടി തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈവശം നിയന്ത്രണമുണ്ടോ? നമ്മളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണോ, അതോ നമ്മളെ പ്രകോപിപ്പിച്ചവന്റെ കയ്യിലാണോ? നമ്മളുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് നമ്മളാണോ, അതോ നമ്മളെ ചീത്ത പറഞ്ഞവനാണോ? നമ്മളെ ചീത്ത പറഞ്ഞവനാണ്. കാരണം അവൻ പറഞ്ഞതനുസരിച്ചാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൈവശം നമ്മളുടെ നിയന്ത്രണം ഇരിക്കുക എന്നുള്ളത് അത്ര അനായാസകരമായ ഒരു സംഗതി അല്ലല്ലോ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് കോനുണ്ട്. ചെറുപ്പക്കാരുടെ എല്ലാ സമ്മേളനങ്ങളിലും ഞാനത് ആവർത്തിച്ച് പറയാറുണ്ട്. നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ മുഖത്താണോ ബാക്കിയുള്ളവരുടെ പുറത്താണോ കൂടുതൽ സമയം ഇരിക്കുന്നത്? നമ്മുടെ കണ്ണ് നമ്മുടെ മുഖത്തിരിക്കാൻ പഠിക്കലാണ് ആത്മനിയന്ത്രണം, റോയൽ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. സെറൂഗിലെ വിശുദ്ധനായ യാക്കോബ് അമ്മ മറിയത്തെക്കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. മേരിയോളജി സുറിയാനി സഭയിൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സഭാപിതാവാണ്. സെറൂഗിലെ വിശുദ്ധനായ യാക്കോബ് ഈ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആദ്യ മാതാവായ ഹവ്വായുടെ ചെവിയിൽ കൂടിയാണ് പാമ്പ് പിശാചിന്റെ വചനം വിതച്ചത്. രണ്ടാം ഹവ്വായായ കന്യക മറിയാമിന്റെ ചെവിയിൽ കൂടിയാണ് ഗബ്രിയേൽ ദൈവത്തിന്റെ വചനം വിതച്ചത്. കർണത്താൽ അവനെ കൈക്കൊണ്ടുദരേ പേറി. പാടുന്നില്ലേ? ചെവിയിലൂടെയാണ്. ഈ പള്ളിക്ക് ഇപ്പൊ എത്ര വാതിലുണ്ട്? 1, 2, 3, 4, 5, 6, 7. ഈ പള്ളിക്ക് എത്ര വാതിലുണ്ട്? ഈ പുള്ളിക്കല്ല, ഈ പള്ളിക്ക്. നമ്മൾ പള്ളിയല്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം ഈ പള്ളിക്ക് എത്ര വാതിലുണ്ട്? വാതിലില്ലേ? വാതിലില്ലെങ്കിൽ ഇങ്ങനെ തുപ്പാൻ പറ്റുമോ? അപ്പം അതൊരു വാതിലല്ലേ? ഭാരതീയ തത്വവിചാരമനുസരിച്ച് ശരീരത്തിൽ പുരത്തിൽ ശയിക്കുന്ന പുരുഷന് ആ പുരത്തിന് 9 വാതിലുകളുണ്ട്, നവദ്വാരങ്ങൾ, നവഗ്രഹങ്ങൾ പോലെ, നവരത്നങ്ങൾ പോലെ നവദ്വാരങ്ങൾ. അതിൽ 1, 2, 3, 4, 5, 6, 7, ശരീരത്തിന്റെ അധോഭാഗത്ത് 2, 9. ഈ 2 കണ്ണ് എന്ന് പറയുന്നത് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം അല്ലേ? ഷട്ടർ ഇടാം നമുക്ക്. ഇന്നലെ ഞാൻ കൊല്ലത്ത് അരമനയിൽ താമസിക്കുമ്പോൾ അഭ്യന്തനായ അന്തോണിയസ് തിരുമേനി പറഞ്ഞൊരു വാക്കുണ്ട്: ഒരു കണ്ണും ഒരു കാതും അടച്ചു വെച്ച് ജീവിക്കുന്ന നല്ലതെന്ന്. മുഴുവൻ കാണുകയും വേണ്ട, മുഴുവൻ കേൾക്കുകയും വേണ്ട. ഈ കണ്ണ് അടച്ചു വെക്കാൻ ഷട്ടർ ഉണ്ടല്ലോ അല്ലേ? അടച്ചാൽ മതി. കാണണ്ടാത്തത് വന്നാൽ വലിയ വെട്ടമൊക്കെ കണ്ണിലോട്ട് അടിക്കുമ്പോൾ നമ്മൾ എന്നെ ചെയ്യും? കണ്ണടച്ചു പോകും. അടച്ചു വെക്കും. വായ അടച്ചു വെക്കാൻ ലോക്കില്ലേ? ഈ ലോക്ക് എവിടെ ഉള്ളേ? വേറെ ആരെങ്കിലും വിചാരിച്ചാൽ നമ്മുടെ വായ അടച്ചു വെക്കാൻ പറ്റുമോ? ആര് വിചാരിക്കണം? നമ്മൾ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചാൽ ലോക്ക് ചെയ്യാം. ചില ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എത്ര ദിവസം മിണ്ടായിരിക്കുന്നുണ്ടല്ലേ? ലോക്കിട്ട് വെച്ചിരിക്കുക. എന്നാൽ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്, അപ്പോൾ തുറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ മിണ്ടാതെ ഇരിക്കത്തില്ലേ? ലോക്കിട്ട് വെച്ചിരിക്കുക. ഈ കണ്ണ് 1, 2, 3, ഇപ്പം ഈ 3 വാതില്, കണ്ണും വായും ആവശ്യമില്ലാതെ അനവസരത്തിലും വെറുതെ തുറന്നു വെച്ചുകൊണ്ടിരുന്നാൽ ആരെങ്കിലും 2 കഷ്ണം പഞ്ഞിയെടുത്ത് ഈ 2 വാതിൽ അടച്ചോളും. മനസ്സിലായോ? അത് രണ്ടുമാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. നാക്കും കണ്ണും ആണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. പിന്നെയുള്ള 2 വാതിൽ എവിടാ? ഇവിടെയുണ്ട് അല്ലേ? ഇതിന് അടപ്പുണ്ടോ ചെവിക്ക്? ചെവി ഒരു ചെറിയ അവയവമല്ലെന്നാണ് സെറൂഗിലെ യാക്കോബ് പാടിയെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് അടപ്പില്ല. അപ്പൊ അതിൻ്റെ നിയന്ത്രണം എവിടെയാണ്? നമ്മുടെ ബോധത്തിൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു 20-22 മിനിറ്റായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. 40 മിനിറ്റ് ആകുമ്പോൾ അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ 22 മിനിറ്റ് സംസാരിച്ച കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും ഇവിടെ ചെവി തുറന്നു വെച്ചായിരുന്നു. ആരെങ്കിലും ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതിൽ എത്ര കാര്യങ്ങൾ നമ്മുടെ അകത്തോട്ട് കയറണമെന്ന് ആരാ തീരുമാനിച്ചേ? നമ്മളാ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം ഒന്നും കയറേണ്ട കാര്യമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ചിലതൊക്കെ ഇതുവഴി തന്നെ അങ്ങ് വിട്ടിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചത് മാത്രമേ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ ബോധമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഈ ശനിയാഴ്ച ശീമ നമസ്കാരത്തിലെ സൂത്താറയ്ക്ക് ഒരു പാട്ട് പാടും. അത് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിലെ സൂത്താറയ്ക്ക് അത് തന്നെ ഗദ്യത്തിൽ ചൊല്ലുന്നുണ്ട്. ശീലിപ്പിക്കെന്നെ നാഥ നിൻ കൽപ്പനയെല്ലാം ഞാൻ കാത്ത്, നിന്റെ വരഭണ്ണാരം എൻ്റെ ഉള്ളിൽ നീ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉപനിധി ആരും കവർന്നുകൊണ്ടു പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തിൻ്റെ വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ. നമ്മുടെ യൗവനകാലത്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ശരീരത്തിൻ്റെ വാതിലുകൾക്ക് കാവൽക്കാരെ നിയന്ത്രിക്കണമേ. ഈ ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ കല നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലാണ് റോയൽ ഡിഗ്നിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, നമ്മളുടെ വാക്കിൻ്റെ നിയന്ത്രണം, നമ്മളുടെ കേൾവിയുടെ നിയന്ത്രണം, നമ്മളുടെ നോട്ടത്തിൻ്റെ നിയന്ത്രണം, നമ്മുടെ കാഴ്ചകളുടെ നിയന്ത്രണം. പരിശുദ്ധനായ പരിമല തിരുമേനിയൊക്കെ ഓർക്കുമ്പോൾ, ആ പദയാത്രയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ധ്യാനം നയിക്കുമ്പോൾ, എനിക്ക് ഗുരുവും പിതാവുമായ ഇവാനീസ് തിരുമേനി എപ്പോഴും പരിമല പെരുന്നാളാകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പരിമല പള്ളിയിലേക്ക് വർഷത്തിൽ ഒരു ദിവസം നടന്നു പോകുന്ന നടപ്പ് മാത്രമല്ല പരിമല തീർത്ഥാടനം, പിന്നെയോ
പരിശുദ്ധനായ പരിമല തിരുമേനി നടന്നതുപോലെ എല്ലാ ദിവസവും നടക്കാൻ ശ്രമിക്കലാണ് പരിമല തീർത്ഥാടനം. ആദ്യത്തേത് എളുപ്പമാണ്. വേണേ ഒരു 3 ദിവസം നോയമ്പൊക്കെ എടുത്തിട്ട് നമുക്കങ്ങ് പോയാൽ മതി. ഒരു ദിവസം കൊണ്ട് അതങ്ങ് അവസാനിക്കും. മറ്റേത് ഇച്ചിരി ഗൗരവമുള്ള സംഗതിയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ആത്മനിയന്ത്രണത്തിന്റെ പാഠം ആദ്യമേ ഉൾക്കൊള്ളണം. ദ റോയൽ ഡിഗ്നിറ്റി, ക്രിസ്തുവിന്റെ അന്തസ് പരിശുദ്ധനായ പരിമല തിരുമേനി തന്റെ നോമ്പ് ഉപവാസ പ്രാർത്ഥനകളിലൂടെ ക്രിസ്തുവിന്റെ അന്തസ്സിനെ ഉണർത്തി നമുക്ക് കാട്ടിത്തന്നു. അപ്പൊ അതിലേക്ക് വളരാനുള്ള ഒരു പ്രേരക ഘടകമായിട്ടാണ് ആ പരിശുദ്ധൻ ചരിത്രത്തിൽ വർഷാവർഷം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളിങ്ങനെ വലിയ നാളായിട്ട് ആചരിക്കുന്നതും ആ കുടീരത്തിലേക്ക് നമ്മളിങ്ങനെ പതിയെ പതിയെ ഈ തേനീച്ചയൊക്കെ ചെല്ലുന്നത് പോലെ ഇങ്ങനെ ചെല്ലുന്നത്. അവിടുന്ന് നമ്മൾ നുകരുന്ന വിശുദ്ധിയുടെ സൗരഭ്യം നമ്മളുടെ ഓരോ കോശങ്ങളെയും നിറയ്ക്കുന്ന നിമിഷങ്ങളിലാണ് ആത്മനിയന്ത്രണത്തിന്റെ ജീവനകല നമ്മൾ സ്വായത്തമാക്കുന്നത്. രണ്ടാമത് സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പ്രീസ്റ്റ്ലി ഡിഗ്നിറ്റിയെ കുറിച്ചാണ്. പൗരോഹിത്യപരമായ അന്തസ്സ്. പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യവും തമ്മിലുള്ള അകലത്തെക്കുറിച്ച് കൃത്യമായൊരു നിരീക്ഷണം നടത്തുന്ന പുസ്തകമാണ് ബിഷപ്പ് ഫുൾട്ടൺ ജഷീന്റെ ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ. പുരോഹിതൻ അവന് സ്വന്തമല്ല. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു, പഴയ നിയമ പൗരോഹിത്യത്തിൽ അഹറോനാണ് പുരോഹിതൻ. ബലി അർപ്പിക്കുന്നത് ആടിനെയോ മാടിനെയോ ചങ്ങാലിയോ. പുതിയ നിയമ പൗരോഹിത്യത്തിൽ ക്രിസ്തുവാണ് പുരോഹിതൻ. ബലി ആകുന്നതും ക്രിസ്തുവാണ്. പഴയ നിയമ പൗരോഹിത്യത്തിൽ ബലി അർപ്പിക്കുന്നയാളും ബലിവസ്തുവും രണ്ടാണെങ്കിൽ, പുതിയ നിയമ പൗരോഹിത്യത്തിൽ ബലി അർപ്പിക്കുന്നതും ബലിയാകുന്നതും ഒരാളാണ്. അപ്പോൾ ഒരു സാക്രിഫിഷ്യൽ എലമെന്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ത്യാഗബദ്ധമായ ഒരു ജീവന ശൈലിയുടെ ആവശ്യകതയെക്കുറിച്ചാണ്. നിങ്ങൾ സിനിമ കാണാറുണ്ടല്ലോ അല്ലേ? കിം കിഡുക്കിന്റെ സിനിമകളിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ വർഷം മരിച്ചുപോയി ആശാൻ. ഗോദാർദിന് മുമ്പ് അദ്ദേഹം മരിച്ചു. സ്പ്രിംഗ്, സമ്മർ, വിന്റർ എന്നിങ്ങനെ ഒരു ടൈറ്റിൽ ഒരു സിനിമയുണ്ട്. ഒരു കുഞ്ഞു പൈതലിന്റെ രൂപപ്പെടലാണ് ഒരു ഗുരുവിന്റെ അടുത്ത്. 1.5 മണിക്കൂറുണ്ട് ആ സിനിമ. പക്ഷെ അധികം സംഭാഷണങ്ങളൊന്നുമില്ല. ആ കുഞ്ഞ് അവന്റെ വളർച്ചയിലൂടെ, ബാല്യകൗമാരങ്ങ യൗവനങ്ങളിലൂടെ മധ്യവയസ്സിലെത്തുന്നത് വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ താളവും താളപ്പിഴകളും അതിൽ നിന്ന് അവൻ കരകയറുന്നതുമൊക്കെ വളരെ ഭംഗിയായിട്ട് ആഖ്യാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ ഏതാണ്ട് അവസാന ഭാഗം എത്തുമ്പോൾ അവന്റെ പ്രണയവും അതിൻ്റെ പിന്നാലെ ഉണ്ടാവുന്ന കൊലപാതകവും പിന്നെ അവനെ അന്വേഷിച്ചു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരവനെ തേടി വരുമ്പോൾ ഗുരുവിൽ തന്നെ അഭയം പ്രാപിക്കുന്ന ഈ ശിഷ്യനും ഗുരു അവന് കൊടുക്കുന്ന ശിക്ഷണം, അവൻ തൻ്റെ ബാല്യകാലത്ത് ചൊല്ലിപ്പടിച്ച വേദഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങൾ ആ ചങ്ങാടത്തിങ്ങനെ ഉളികൊണ്ട് കൊത്തി വെക്കാനാണ്. അവനിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ അവനെ തേടി വരുന്നത്. വലിയ ദേഷ്യത്തോടെയാണ് ഇവനെ കാണാതെ അവർ കുറേ കാലം അലഞ്ഞിട്ടാണ് ഇവനെ ഇവിടെ കണ്ടെത്തുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചുകൊണ്ടു പോകാനുള്ള ആവേശത്തിലും ദേഷ്യത്തിലും ഒക്കെ കടന്നു വരുന്ന പോലീസുകാരോട് ഗുരു പറയുന്നുണ്ട്, ഇത് എത്ര ഭാഗം കൂടെ കൊത്തി തീരാനുള്ളൂ, നിങ്ങളും കൂടെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ അതങ്ങ് കൊത്തി തീർന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ടെക്സ്റ്റ് കൊടുത്ത് അവരത് നോക്കി കൊത്തുകയാണ്. കുറേ നേരം ഈ വേദഗ്രന്ഥം വെറുതെ ആണെങ്കിൽ ചുമ്മാ കുത്തിക്കൊണ്ടിരുന്ന അവസാനം അവരുടെ ഉള്ളിലെ ഈർഷ്യയും കാലുഷ്യവും ഒക്കെ പതിയെ പതിയെ അങ്ങനെ മാഞ്ഞു പോവാണ്. ആത്മനിന്ദ തോന്നിയിരുന്ന ശിഷ്യന്റെ ഉള്ളും പതിയെ പതിയെ ഇങ്ങനെ
ശുദ്ധിയിലേക്ക് വരികയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമേലൊരു അനുഭൂതി പകരുന്ന തരത്തിലാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ വേദാധ്യാനങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ആന്തരിക ശുദ്ധിയുണ്ട്. ഞാൻ വീണ്ടും ഇവാനിസ് തിരുമേനി ഒന്നും കൂടെ കൂട്ടുപിടിക്കുകയാണ്. തിരുമേനി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടിട്ടും ഉണ്ടാവുന്നതാണ്. തിരുമേനി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഇന്ന് പത്രം വായിച്ചോ? ഇന്ന് രാവിലെ ഒരു സാധനം മുകളിലോട്ട് വിട്ടിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇനി ഇന്റർനെറ്റൊക്കെ നമ്മുടെ കൈ കിട്ടും. ചെറിയൊരു ഡിഷ് ആന്റിനയുടെ ആവശ്യമുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇന്ന് പത്രം വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ തോറ്റു പോവുക. ഇന്ന് വേദപുസ്തകം വായിച്ചോ എന്ന് ചോദിക്കും. അവിടെ നമ്മളിങ്ങനെ ഒന്ന് കൈപൊക്കാൻ ഇങ്ങനെ ഒന്ന് പതിയെ അടയ്ക്കും. അപ്പം എന്നിട്ട് തിരുമേനി വളരെ സൗമ്യമായിട്ട് പറയും, നിങ്ങൾ ഈ ചാനൽ ചർച്ചകളും പത്രവായനകൾക്കും ഒക്കെ എടുക്കുന്ന സമയം അതൊക്കെ വേണം. അതിൻ്റെ ഒരു 10% അതിൻ്റെ ഒരു ദശാംശ സമയം വേദപുസ്തകം വായിക്കാൻ നമ്മൾ എടുക്കുവാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ട് നിൽക്കുന്ന പലതും അതിങ്ങനെ തൂത്ത് കളഞ്ഞോളൂ. വെറുതെ സങ്കീർത്തനം വായിച്ചാൽ മതി, വെറുതെ സുവിശേഷം വായിച്ചാൽ മതി. നമ്മൾ ഈ ഒരു ധ്യാനത്തിൻ്റെ പരിണതിയായിട്ട് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വേദപുസ്തകം വായിച്ചിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഉണരുന്നില്ലെങ്കിൽ ഈ സമ്മേളനമൊക്കെ എത്ര പെട്ടെന്നായിരിക്കും അപ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എവിടെ സമ്മേളിക്കുന്നു അതിനൊരു ഗുണമുണ്ടായിരിക്കും, അതിനൊരു ഫലമുണ്ടായിരിക്കും. അത്തരം ഉറച്ച തീരുമാനങ്ങൾ, നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങൾ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളാണ് ഈ സഭയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഇത് കേവലം ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ കൂടി വരുന്ന ഒന്നായിട്ട് പരിണമിക്കരുത്. ഇങ്ങനെ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ചിട്ട് പറയണം, ഞാൻ വായിക്കും. നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വായിക്കുക. രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ. നിങ്ങൾ വേദപുസ്തകം എടുത്ത് വായിക്കേണ്ട, നിങ്ങളുടെ ഫോണിൽ വായിക്കുക. ഇത് കയ്യിലുണ്ടല്ലോ. ഇത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതും കൊണ്ട് നടക്കാൻ നാണക്കേടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് സമയം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇത്തരം ഒരു ഡിസിപ്ലിനിൽ കൂടി മാത്രമേ ഒരു അവാന്തര പരിണാമം, ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ത്യാഗബദ്ധമായ ഒരു ജീവിതം എന്ന് പറയുന്ന പൗരോഹിത്യപരമായ അന്തസ്സിലേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി എൻ്റെ ആയുസിൻ്റെ കുറേ സമയം മാറ്റിവെക്കാൻ തക്കവിധം ഒരു ഉണർച്ച നമുക്കുണ്ടാകാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നോമ്പുകളും വേദ പഠനങ്ങളും എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മൾ പഠിക്കുവാണ്. ആയുസിന്റെ മുഴുവൻ സമയം നമ്മുടെ സ്വന്തം കാര്യം നോക്കാനുള്ളതല്ലെന്ന് മനസ്സിലായോ? ഈ ആയുസ് തന്ന ദൈവം ഉണ്ടല്ലോ, അതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് ഉറപ്പായിട്ട് ഒരു കാര്യം ചിന്തിച്ചോണം. നമ്മളിപ്പോൾ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഡ്യൂക്ക് ബൈക്ക് തൊട്ട് നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ബന്ധുക്കള്, മാതാപിതാക്കള്, നമ്മുടെ സമ്പത്ത്, സ്വത്ത്, ബന്ധങ്ങൾ എല്ലാം, ഇതെല്ലാം അനുഭവിക്കാൻ ഇപ്പോഴും ഈ നിമിഷവും ഈ ഭൂമിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്താ? അത്രയേ ഉള്ളൂ. ഈ സാധനം താഴോട്ട് പോയിട്ട് തിരിച്ചു പോയില്ലെങ്കിൽ എന്നെ ചെയ്യും? ഇതാരാ ഊതി തന്നെ? ദൈവം. ദൈവം ഊതി തന്ന കാറ്റിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഒരു ശ്വാസം അത്രേ സങ്കീർത്തനത്തിൽ പറയത്തില്ല. അപ്പൊ അത്രമേൽ നിസ്സാരമായ ഒരു ജന്മമായി ചിലപ്പോഴെങ്കിലും നമ്മളോട് നമ്മളെക്കുറിച്ച് തോന്നണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ നിസ്സാരമായ ജന്മത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞു വരിക. പൗരോഹിത്യപരമായ ഒരു അന്തസ്സ് എന്ന് പറയുന്ന ത്യാഗബദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക്
നമ്മൾ ഉണരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ, നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണ്, അത് ആരോഗ്യം തൊട്ട് എന്തായാലും എന്നുള്ളൊരു ബോധത്തിലേക്കും നമ്മുടെ ചെറുപ്പക്കാർ ഉണരുന്ന സന്ദർഭത്തിലാണ് നമ്മളുടെ നാട് വെളിച്ചമുള്ളതാവുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, പ്രളയം വരണം, ഭൂകമ്പം വരണം, ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം ഉണരുന്ന ഒരു മനസ്സായിട്ട് മലയാളിയുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത സമയത്ത് അവൻ്റെ സാർത്ഥതയുടെ കുടീരങ്ങളിൽ, സ്വന്തം ആവൃത്തികളിൽ ഇങ്ങനെ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സുഭാഷ് ചന്ദ്രൻ പറയുന്ന പോലെ മലയാളിയുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് പരപുച്ഛമാണ്. ഏതൊരു പ്രതിഭയെ കണ്ടാലും നെറ്റി ചുളിഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഇവനോ ലവനോ, സുഭാഷ് എഴുതിയതാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. പരസ്പരം അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ പറ്റാതെ അവനവന്റെ സങ്കുചിതത്വമായ ധാരണകളിൽ മാത്രം മറ്റുള്ളവരെ അളക്കാൻ ശ്രമിക്കുന്ന മൗഢ്യത്തിലേക്കാണ് ഇന്ന് പലരും വീണു പോകുന്നതും അതിനുള്ളിൽ കിടന്ന് അവരിങ്ങനെ നീറിപ്പോകുകയും ചെയ്യുകയാണ്. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ജീവിതം അതിനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം അതിനുള്ളതല്ല. ചെറിയ ലോകത്തിലെ വലിയ മനുഷ്യരായിട്ട് ഇങ്ങനെ നിൽക്കാതെ, അങ്ങനെ നിന്നുള്ളൊരു കുഴപ്പം, ഈ വലിയ ലോകത്തിലെ ചെറിയ മനുഷ്യരെ കാണാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഈ ഇട്ടാവട്ടങ്ങളിൽ നമ്മുടെ മനു എസ് പിള്ള ഇപ്പോൾ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഫാൾസ് ആലീസ് എന്ന് പറഞ്ഞിട്ട്, വ്യാജ സഖ്യങ്ങൾ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഖ്യങ്ങളെക്കുറിച്ച്, ബ്രിട്ടീഷ് ബന്ധങ്ങളെക്കുറിച്ച്. അതിലയാൾ പറയുന്ന ഒരു വാക്കാണ് ഇത്തിരി വട്ടത്തെ സുൽത്താൻമാർ. ഇത്തിരി വട്ടത്തെ സുൽത്താൻമാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളതിൻ്റെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വെറുതെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡിക എന്ന് ധ്യാനിച്ചാൽ തന്നെ ഒരു കൂടം വെച്ചടിക്കുന്നത് പോലെ നമ്മളുടെ അല്പത്തരങ്ങളുടെ ആകാശഗംഗയിൽ നിന്ന് നമ്മളിങ്ങനെ താഴോട്ട് വീഴും. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ ഗാലക്സികളുടെ ഉടയവനെ കുറിച്ചാണ് പറയുന്നത്. അത് ചൊല്ലുമ്പം തന്നെ നമ്മുടെ ബോധം എന്തോരം വികസിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ഗാലക്സികളുണ്ട് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്? 5500-നും 6000-നും ഇടയ്ക്ക് ഗാലക്സികൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിലൊരു ഗാലക്സിയിൽ, ഒരു സൗരയൂഥത്തിൽ, ഒരു ഗ്രഹത്തിൽ താമസിക്കുന്ന ജീവികളാണ് നമ്മൾ. എന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പറയുക, നമ്മളിപ്പോൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും അല്ലേ? സ്പാനറിങ് എടുത്താൽ ഇപ്പം ശരിയാക്കി തരാം. യഥാർത്ഥത്തിൽ നമ്മുടെ അഹന്ത അവസാനിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ത്യാഗബദ്ധത ആരംഭിക്കുകയാണ്. യേശുദമ്പുരാൻ തന്നെ മാതൃകയാക്കിക്കൊണ്ട് പൗരോഹിത്യപരമായ അന്തസ്സിനെ വിശദീകരിക്കുന്നതിൻ്റെ കാരണം, താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്നാണ് ഫിലിപ്പി ലേഖനത്തിൽ ഒരു കവിത പോലെ പൗലോസ് തൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കിനി അവസാനത്തെ അന്തസ്സിലേക്ക് പോകാം. ഇനി നമുക്കൊരു 5-6 മിനിറ്റും കൂടെ ഉള്ളൂ. പ്രൊഫറ്റിക്കൽ ഡിഗ്നിറ്റി, പ്രവചനപരമായ അന്തസ്സ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ദീർഘദർശനം എന്നൊക്കെയാണ് നമുക്കറിയാവുന്നല്ലേ. കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് യഹോവയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ് വേദപുസ്തകത്തിലെ പ്രവാചകന്മാരും ദീർഘദർശിമാരും. എന്നാൽ ആ വാക്കിന് വേറൊരർത്ഥം കൂടി ഭാഷയിലുണ്ട്. പ്രചോദിപ്പിക്കുന്ന വചനം, ഇൻസ്പയറിംഗ് വേർഡ് എന്ന് പറയുന്നു. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന വചനം. നമ്മുടെ പാപ്പ ഫ്രാൻസിസ് ഒക്കെ പറയുന്നത് പോലെ, അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞിരുന്നത് പോലെ, കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു തുടിപ്പുണ്ട്. ഇൻസ്പയറിംഗ് വേർഡ്. അത്തരത്തിലൊരു പ്രചോദനപരമായ വചനം പറയുന്ന ആളുകളുടെ ഒരു കൂട്ടമായി നമ്മൾ പരിണമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവചനപരമായ ഒരു അന്തസ്സിലേക്ക് നമ്മൾ ഉണരുന്നത്. പക്ഷെ നല്ല വാക്ക് ഓതുവാൻ പ്രാണി ഉണ്ടാവണമെന്ന പാട്ട്.
ഒരാളെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ ത്രാണി ഉണ്ടാകും. മോശം പറയാൻ ഭയങ്കര എളുപ്പമാണ്, അയാളുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അയാളെക്കുറിച്ച് ഒരു വാക്ക് നല്ലത് പറയണമെങ്കിൽ വലിയ പ്രയാസമാണ്. അതിന് അതുപോലെ ആത്മബലം വേണം. കലാമിൻ്റെ ഒരു പ്രസംഗമുണ്ട് 2010, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: വൈ ആർ വി സോ നെഗറ്റീവ്, വൈ ആർ വി സോ നെഗറ്റീവ്. ഇന്ത്യയെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് പറയുമ്പോഴേ അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇന്ത്യയെക്കുറിച്ച് മോശമായി പറയുന്നത്? എന്നിട്ട് അക്കമിട്ട് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലത് പറയാൻ, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാനുള്ള ഒരു വിവേകത്തിലേക്ക് നമ്മൾ ഉണരണം. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയിൽ പറയുന്ന പോലെ 60 വയസ്സ് വരെ ഇവന്മാർ തെറി പറയും, 60 കഴിഞ്ഞാൽ ചൊറി പറയും. എപ്പോഴാണോ ഇവർ നെറി പറയുന്നത്? 60 വയസ്സ് വരെ തെറി പറയുമെന്ന് പറയും. തെറി മീൻസ് തെറിച്ച വാക്കെന്നേ ഉള്ളൂ, അഹങ്കാരത്തിൻ്റെ വർത്താനം. ഒരു 60 വയസ്സ് വരെ നമുക്ക് ആരോഗ്യമുണ്ടല്ലോ, അത്യാവശ്യം പൈസയൊക്കെയുള്ള വരുമാനമൊക്കെ കാണും, കുറേ സൗകര്യങ്ങളൊക്കെ, വലിയ പ്രഷറും ഷുഗറും ഒന്നും കാണത്തില്ല. അപ്പോൾ എന്ത് ഭക്ഷണമൊക്കെ കഴിക്കാം. ആ സമയത്തൊക്കെ നമ്മൾ തെറിച്ച വർത്താനം പറയും. ചിലപ്പോൾ എന്നോടാണോ എന്നൊക്കെ ചോദിക്കും, എന്നെക്കുറിച്ചാണോടാ പറഞ്ഞതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയൊക്കെ പറയും. 60 കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില കാരണവന്മാർ, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ചിലർ പറയും കാപ്പിക്ക് ഉപ്പില്ലെന്നൊക്കെ പറയും. ചിലപ്പോൾ വല്യപ്പന്മാർ വീട്ടിൽ ഇരുന്ന് അമ്മച്ചിയോടെ ചൊറിയുന്ന വർത്താനം പറയും. ഒരു കാര്യമുള്ളതല്ല, ഇവരെപ്പോഴാണോ നേര് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട 3ാമത്തെ അന്തസ്സ് നല്ലത് പറയുക എന്നുള്ള അന്തസ്സാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ഒരോർമ്മയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വിശുദ്ധൻ നമ്മളോട് പറയുന്നത് ക്രിസ്തുവിലേക്കുള്ള അന്തസ്സിൽ നാം ഉണരുന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും പദയാത്രകളും നോമ്പുകളുമൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് തോന്നുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതേത് കാലത്തിലും സാർവകാലികമായ പ്രസക്തി ഉള്ളതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ജീവിതങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത്തരമൊരു ജീവിതമാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടേത് എന്നോർത്തുകൊണ്ട് ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാരമേറിയ ആത്മീയ ഉത്തരവാദിത്വം നമ്മിൽ ഓരോരുത്തരിലുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി, അതിൻ്റെതായ ഗൗരവത്തോടുകൂടി ഈ പദയാത്രയും പെരുന്നാളിനെയും സമീപിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ വളരുവാനും നമുക്കെല്ലാവർക്കും ഒരുപോലെ സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു.